ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെ. 2025 മിക്ക ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അല്ലെ. എല്ലാ ഗ്രഹങ്ങളും വ്യാഴം രാശി മാറുന്നുണ്ട്, ശനി രാശി മാറി, അതുപോലെ തന്നെ രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ കൃത്യ ടൈമുകൾ അനുസരിച്ച് മാറുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഇവര് 4 പേരും രാശി മാറുന്നുണ്ട്. ഇതിന്റെ എല്ലാം തനിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ, മൊത്തത്തില് വ്യാഴവും ശനിയും രാഹുവും കേതുക്കളും എല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലഗ്നം ഒക്കെ, രാശി ലഗ്നം കൂടി നോക്കാവുന്നതാണ്. നിങ്ങളുടെ രാശിയുടെ ഫലവും ലഗ്നയുടെ ഫലവും എടുത്തു കണ്ടോളൂ. അതിനനുസരിച്ചുള്ള വീഡിയോസ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചുള്ള രാശി മാത്രം വെച്ച് നോക്കാവുന്ന രീതിയിലല്ല, രാശിയും ലഗ്നവും നിങ്ങൾക്ക് നോക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓരോ രാശിക്കാർക്കും മൊത്തത്തിൽ എങ്ങനെയുണ്ട്. അപ്പൊ ഒരു ഗ്രഹം മാത്രം നമ്മളെ അത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പം എല്ലാ ഗ്രഹങ്ങളുടെയും കൂടെ മാറ്റം നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി നോക്കേണ്ട ആവശ്യം നമുക്കുണ്ടല്ലേ. നമുക്ക് വളരെ ഒത്തിരി നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആവശ്യമായി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആണ് ഇതെന്ന് കേട്ടോ. ഒരു വീഡിയോയുടെയെങ്കിലും അവസാന ഭാഗം കൂടി കാണുന്ന നിങ്ങൾക്ക് വളരെയധികം ഉത്തമമായിരിക്കും കേട്ടോ. അപ്പൊ വീഡിയോ തുടങ്ങുന്ന മുമ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ തുടങ്ങുക കേട്ടോ. മിഥുന രാശി, മകേരം, അര, തിരുവാതിര, പുണർദ, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയാം അല്ലെ. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം, ഒരു വർഷക്കാലം, കാരണം എന്താ ഒരു വർഷം എന്ന് പറയുന്ന കാരണം മാർച്ച് 29 ശനി രാശി മാറി അല്ലെ. നമ്മുടെ കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് രാശി മാറി. ഓക്കെ, അപ്പൊ മിഥുനത്തെ സംബന്ധിച്ചത് 10ാം രാശിയിലാണ് നിൽക്കുക. അതുപോലെ വ്യാഴം എന്ന് പറയുന്നത് മെയ് 14 രാശി മാറി. ഓക്കെ, മെയ് 14 രാശി മാറുമ്പോഴോ മിഥുനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഥുന രാശി തന്നെയാണ് സ്വജന്മത്തിലാണ് വ്യാഴം എന്ന് പറയാം. ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും മെയ് 18 രാശി മാറി. ഓക്കെ, മെയ് 18 രാശി മാറുമ്പം മിഥുന രാശിയെ സംബന്ധിച്ചോളം 3 കേതുവും അതുപോലെ 9 രാഹുവും വരുന്ന സമയമാണ്. ഈ ഒരു കാലയളവില് മൊത്തത്തിൽ ഒരു വർഷക്കാലം തന്നെ, കാരണം ശനി നമുക്ക് 2.5 വർഷം നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷം എല്ലാത്തിലും കോമൺ ആയിട്ട് വരിക ഒരു വർഷമാണ്. ഓക്കെ, അപ്പം മെയ് 2025 മുതൽ 2026 മെയ് വരെയുള്ള ടൈം, ഈ ഒരു വർഷക്കാലത്ത് ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന വ്യാഴത്തിന്റെയും ശനിയുടെയും ഛായാഗ്രഹങ്ങളായ രാഹു കേതുക്കളും ഇവര് 4 പേരുമാണ് എന്താ പ്രധാനമായിട്ടൊരു മാറ്റം നടത്തിയേക്കുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ഇമ്പാക്ട് നമുക്ക് ലൈഫ് ഉണ്ടാവാം. മറ്റു ഗ്രഹങ്ങളൊക്കെ പ്രത്യേക ടൈമിൽ മാറും. അതിനെയൊക്കെ ചെറിയ കാൽക്കുലേഷൻ എടുത്തിട്ടുണ്ട്. എന്നിരുന്നപ്പോഴും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കണം ഈ 4 ഗ്രഹങ്ങളെ വെച്ചിട്ടുള്ള ഫലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 8 മാസത്തോളം നമുക്ക് ഈ ബുധനെയും ശുക്രന്റെ ഒക്കെ ചെറിയ സപ്പോർട്ട് കാണണം. നമ്മുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധനോട് ചേർന്ന് ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയാം. ഏകദേശം ഒരു 8 മാസത്തോളം നമുക്ക് ഇവരുടെ ഒരു സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെ കിട്ടും. ഓക്കെ, ഒരു സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ടൈം, ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു ടൈം ആയിരിക്കും. പല കാര്യങ്ങൾ ആലോചിച്ച് നടക്കുന്നൊരു സമയമായിരിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 24 വയസ്സ് വരെ അല്ലെ 25 വയസ്സ് വരെയുള്ള ആളുകളെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള എന്താണ്, പഠന കാര്യങ്ങള്. അതുപോലെ തന്നെ നമുക്ക് വിദേശ പഠനം, ഉപരിപഠനം, അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രണയം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. ഈ കാര്യത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ ടൈം അല്ല ഇതെന്ന് പറയുന്നത്. പഠന സംബന്ധമായിട്ട് നമുക്ക് അനുകൂലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. ഇപ്പൊ തൊഴിലുണ്ടെങ്കിൽ തൊഴിൽ മുമ്പോട്ട് പോകുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് അനുകൂലമാണ്. പ്രണയ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതാണ്. പക്ഷെ ചെറിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളാക്കിയിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടുന്ന ടൈം തന്നെയായിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, മറ്റുള്ള തടസ്സങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ തന്നെയായിരിക്കും ഏറ്റവും വലിയ തടസ്സം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിനൊരു തടസ്സമായിട്ട്, ഒരു വിഘ്നമായിട്ട് നമ്മൾ തന്നെയായിരിക്കും അതിനെ ഏറ്റവും മുൻപന്തി നിൽക്കുക എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്ന കാര്യം പഠിക്കാം എന്നുണ്ട്, പക്ഷെ നമ്മൾ ആ സമയത്ത് നമ്മൾ വേറൊരു കാര്യത്തിന് പോകും. ഈ കാര്യം തടസ്സപ്പെട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായാലും എന്ത് കാര്യത്തിലായാലും തടസ്സമുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രശ്നം നിങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന വരില്ല. 24, 25 വരെയുള്ള കാര്യമാണ്, ഏജ് വരെയുള്ള കാര്യമാണ് പറയണേ. പിന്നെ എങ്ങനെ സ്മൂത്ത് ആയിട്ട് പോവാം എന്ന് ചോദിച്ചാൽ സ്മൂത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ,
നിങ്ങൾ ഫുൾ ഫോക്കസ് നിങ്ങൾ ഒരു കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ, ഫുൾ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിൽ കൊടുക്കുന്നോ, ഫുൾ ഇൻട്രസ്റ്റ് ആ കാര്യത്തിൽ കൊടുക്കുന്നുണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കാര്യം നടക്കും. അതിപ്പോ പഠന സംബന്ധമായാലും തൊഴിൽ സംബന്ധമായാലും വിവാഹ സംബന്ധമായാലും പ്രണയ സംബന്ധമായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഫുൾ ഇൻട്രസ്റ്റ് ഉണ്ടോ, നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആണോ, നിങ്ങൾ അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്ന കാര്യമാണ്, ഇൻട്രസ്റ്റഡ് ആണോ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത്ര കാര്യങ്ങൾ ഓക്കെയാണോ, ഈ 4 ഫാക്ടേഴ്സ് ഓക്കെയാണോ, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഓക്കെ അല്ലേ, ഈ റിസൾട്ട് കിട്ടാൻ കുറച്ച് ടഫ് ആയിരിക്കും. സോ ഈ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർഡ്നെസ് വന്നില്ലേ, സ്മൂത്ത് അല്ലല്ലോ അത്. സോ നിങ്ങൾക്ക് സ്മൂത്ത് ആയിരിക്കില്ല, ബട്ട് എന്താണ്, നിങ്ങൾ നടത്തിയെടുക്കാം. സോ ഈ 4 കാര്യം കൃത്യമായി ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തടസ്സമാവില്ല. ഈ 4 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കാരണം തന്നെയാണ് തടസ്സം ഉണ്ടാവുന്നത്. സോ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക, ഫുൾ വർക്ക് ചെയ്യുക. ഒരു 25 വയസ്സിന് മുകളിലേക്കുള്ള ആളുകളെ ചിന്തിച്ചു കഴിഞ്ഞാൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരൊക്കെ നല്ലൊരു തൊഴിൽ കിട്ടാൻ നല്ല സമയമാണ്. ബിസിനസ് നോക്കുന്നവർക്കായാലും അനുകൂലമായ സമയമാണ്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്കും പ്രതീക്ഷിക്കുന്ന സമയം തന്നെയാണ്. സാമ്പത്തികമായി നോക്കുന്നവർക്ക് ചിന്തിക്കുന്നവർക്കായാലും സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, ഇതൊക്കെ നല്ലതാണ്. അപ്പൊ ഈ ചുമ്മാ കിട്ടും, നാളെ എന്റെ വീട്ടിലേക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇങ്ങനെ എന്താണ് ലെറ്റർ ആയിട്ട് വരും, അല്ലെങ്കിൽ മെയിൽ വരും. ഓക്കെ, യു ആർ അപ്പോയിന്റഡ്. നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. എങ്ങനെ വരും, വർക്ക് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളൂ, ബട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചെയ്യാൻ സമയമാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ആയി കിട്ടുന്ന സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാൻ അനുകൂലമായ സമയം തന്നെയാണ്. അതുപോലെ വിവാഹമൊക്കെ കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം ചിന്തിക്കുന്നവർക്ക് സന്താന ഭാഗ്യമൊക്കെ പറയാവുന്ന സമയം തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. ഇനി ഒരു 35 വയസ്സ് 36 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ആക്കാൻ പറ്റുന്ന സമയമാണ്. സോ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന ടൈം ആയിരിക്കും ഇതെന്ന് പറയാം. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളായ കൃത്യമായ പ്ലാനും നല്ല ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിയാടി ഒരു കാര്യത്തിലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ശ്രദ്ധയോടെ മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ നോക്കുന്ന ആരോഗ്യ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കുറച്ചുകൂടി ബെറ്റർ ആവുന്ന ടൈം തന്നെയാണ് ഇത് പറയുന്നത്. ആരോഗ്യം കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആയി വരുന്ന ടൈം തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 45 വയസ്സ് മുകളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ കാര്യമാണ്. സന്താനന്റെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്കും അനുകൂലമായി പറയാവുന്ന സമയമാണ്. സന്താനങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ട് പറയാവുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ 55 വയസ്സ് മുകളിലേക്ക് 55, 56 സീനിയേഴ്സ് നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അതിന് കൃത്യമായ ഡെഡിക്കേഷൻ ഉണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്, കൃത്യമായ ഒരു ആലോചനയുണ്ട്, നല്ല ടീമും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു വലിയ കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ആ സമയത്തിനൊക്കെ ഇറങ്ങാൻ പറ്റിയ സമയമാണ്. എന്നുവെച്ചാൽ നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. സോ എങ്ങനെയാണ് ഇപ്പൊ ഇറങ്ങാൻ വിജയിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് ഗോചരാൽ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇറങ്ങാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാം, ബിഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ജാതകം എങ്ങനെയുണ്ട്, നിങ്ങളുടെ പങ്കാളിത്ത ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ജാതകം എങ്ങനെയുണ്ട്, നിങ്ങളായിട്ട് പൊരുത്തപ്പെട്ടാണോ പോവുക, ബിസിനസ് നന്നായി വിജയിക്കാൻ സാധിക്കുമോ, നിങ്ങളുടെ രണ്ടുപേരുടെയും ചുറ്റുപാടുകൾ എങ്ങനെയുണ്ട്, അതിന്റെ ടൈം അതിന്റെ എനർജി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജന്മത്തിലാണ് വ്യാരം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ തരാൻ, നല്ല അറിവൊക്കെ തരാൻ പറ്റിയ സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശ്രമിച്ച റിസൾട്ട് കിട്ടുന്ന ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ കാര്യം വിചാരിച്ചിറങ്ങുകയാണെങ്കിൽ അത് നേടിയെടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നമ്മൾ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലഗ്നം വെച്ചാലുള്ള ഫലം, നിങ്ങളെ ജാതകത്തിൽ ലഗ്നം ലാ എന്നുണ്ടാവും, അതെവിടെ അത് ആ രാശിയുടെ ഫലം, ആ ലഗ്നത്തിന്റെ ഫലം കൂടി ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോന്നും വ്യാഴം മാറിയെന്ന്, ശനി മാറിയെന്ന്, രാഹുഗതികൾ മാറിയെന്ന് ഇൻഡിവിജ്വൽ പ്രഡിക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഗ്രഹങ്ങൾ മാറുമ്പോൾ എന്തൊക്കെ ഫലങ്ങളുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സോ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ ഇതിനൊപ്പം അതും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ബെറ്റർ ആയിരിക്കും കേട്ടോ. സോ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം അല്ലെ ലഗ്നഫലം എന്ന് പറയുക കേട്ടോ. രണ്ടിനും കൂടി അനുസരിതമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ
നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിന് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്നവര് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് നക്ഷത്രം കമന്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മറ്റുള്ള പേര് നക്ഷത്രക്കാരുടെക്ക് വേണ്ടിയും കൂടി എന്ത് ചെയ്യുക, ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഫലം ഇരട്ടിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പെഡിഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കോമൺ പെഡിഷൻ മാത്രമാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരുടെ ജാതകം മേടിച്ചിട്ട് തരുന്ന പെഡിഷൻസ് അല്ല. കോമൺ ആയിട്ട് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്ന രാഷ്ട്രീയക്കാർക്ക് ഇന്നൊക്കെ ഫലങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഇന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ അതൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോവാം. ഇത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട് എടുക്കണം. നമ്മുടെ വ്യക്തിപരമായിട്ട് ഇപ്പൊ പലരും ചിന്തിക്കാണ്ട് ഈ പറഞ്ഞ ഫലങ്ങളൊന്നും എനിക്ക് കിട്ടാറില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാതകം നമ്മൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറയാനുണ്ട്, നമ്മുടെ ജാതകം പരിശോധിച്ച് അല്ലെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ ജാതകം കണക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ ഗോചര ഫലത്തിനോട് നമ്മുടെ ജാതക ഫലവും കൂടി കണക്ട് ചെയ്ത് ഗ്രഹങ്ങളുടെ ശക്തിയും ബലങ്ങളെല്ലാം മനസ്സിലാക്കി കണക്ട് ചെയ്തിട്ട് നമുക്ക് പിടിച്ച് ചെയ്യാമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യം വായിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാവും. അത് എഴുതിയെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ പോവുകയാണ്, നമ്മൾ മൊത്തത്തിൽ പ്രശ്നത്തിനാണ് നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് അതിന്റെ റീസൺ. നമുക്കൊരു നല്ല ഫലം ടൈമാണ്, എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് മനസ്സിലാക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോവാ കേട്ടോ. അതുപോലെ നമ്മുടെ ഇപ്പൊ ദശ ഏതാണ്, നമുക്കിപ്പോ നടക്കുന്ന അപകാരം ഏതാണ്, നമുക്ക് നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലമുള്ളത്, ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ബലം കുറവുള്ളത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും നല്ല ടൈം ആയെങ്കിൽ നമ്മൾ അതുപോലെ വർക്ക് കൂടി ചെയ്യുമ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോയും നമ്മുടെ ചാനൽ തുടക്കം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകട്ടോ. പിന്നെ നല്ലത് പ്രതീക്ഷിക്കുക. നമ്മൾ ഒത്തിരി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. എനിക്ക് ഒരു കാലത്ത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ വേറൊരാൾ നശിച്ചുപോട്ടെന്ന് പറഞ്ഞാലും അവർ നശിച്ചില്ലെങ്കിലും നിങ്ങൾ സ്വയം നശിക്കുക. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അത് പരിഹരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക, പോസിറ്റീവായിട്ട് പറയുക. ഇപ്പൊ അത് മോശ സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സമയങ്ങൾ വരുന്നു അല്ലെങ്കിൽ നല്ലതായി നടക്കുന്നു എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നല്ലതായിട്ട് നടക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ബിലീവ് ചെയ്യുക, പിന്നെ മുന്നോട്ട് നിങ്ങളുടെ വർക്ക് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെയ് 18 മെയ് 25 നമ്മുടെ മില്യനർ സക്സസ് മന്ത്രയുടെ ക്ലാസ് നടക്കുന്നുണ്ട്. മെയ് 18 നടക്കുന്നതെന്ന് പറയുന്നത് ഫ്രീ വെബിനാർ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, മില്യനർ സക്സസ് മന്ത്രയുടെ നമ്മളിപ്പോ ഇതുവരെ കണ്ടിന്യൂസ് എനിക്ക് തോന്നുന്നു 10 ബാച്ചായി എന്ന് തോന്നുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് സൂക്ഷിക്കാറില്ല. അതുകൊണ്ട് 10ാമത്തെ ബാച്ചാണ് മില്യനർ സക്സസ് മന്ത്രയുടെ. അന്നത്തെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇനി അല്ല, മെയ് 25 അതിന്റെ അഡ്വാൻസ് കോഴ്സ്. ഓക്കെ, അഡ്വാൻസ് കോഴ്സ് നടക്കുന്നുണ്ട്. അതിന്റെ ഫീസ് കാര്യങ്ങൾ വരിക എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പില് നമ്മൾ അറിയിക്കുന്നുണ്ട് കേട്ടോ, പവേഴ്സ് ക്ലബിൽ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വരുമാനം ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള വെബിനാർ ആണ് അതെന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട്. കാരണം ഇനി കുറച്ച് നാളും കൂടി ഉണ്ടാവുള്ളൂ ലൈവായിട്ട്. ബാക്കി നമ്മൾ റെക്കോർഡിലേക്ക് മാറുവാണ്. കാരണം നമുക്ക് ആ ടൈം ഒന്ന് അലോക്കേഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കൂടിപ്പോ 1-2 ക്ലാസ്സും കൂടി ആയിരിക്കും ലൈവായിട്ട് നടത്തുള്ളൂ. ബാക്കി മൊത്തം റെക്കോർഡിംഗ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. സോ റെക്കോർഡിംഗ് ഒരിക്കലും നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ അത്ര എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ലൈവ് ആകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാൻ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നിങ്ങളെയും കൂടി ഒന്ന്, ബട്ട് റെക്കോർഡിംഗ് ആകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, റെക്കോർഡിംഗ് ആകുമ്പോൾ ഞാനൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മില്യനർ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കറക്റ്റ് ടൈം എന്ന് പറയുന്ന മെയ് 25ാമത്തെ വെബിനാറില്ല, മെയ് 25 നടക്കുന്ന മില്യനർ സക്സസ് മന്ത്രയുടെ പെയ്ഡ് വെബിനാറിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ പെയ്ഡ് വെബിനാറിൽ ജോയിൻ ചെയ്തവർ അതിന്റെ ബെനിഫിറ്റ് അറിയാം. അവരതിന്റെ ടെസ്റ്റിമോണീസ് ഒക്കെ നന്നായി തന്നിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ടും നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവണം. നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ അഫർമേഷൻ കിട്ടിയോന്ന് വിചാരിച്ചല്ല, അതെങ്ങനെ യൂസ് ചെയ്യുന്നതും കൂടി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ. സോ അതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെയ് 25 പഠിപ്പിക്കുന്നുണ്ട്. സോ വെബിനാർ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ പവേഴ്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ.
അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ സബ്സ്ക്രൈബും ലൈക്കും കമന്റ്സ് ഒക്കെയാണ് നമുക്ക് നല്ലൊരു മോട്ടീവ്. നമുക്കൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ 1 വീക്ക് ടൈം എടുത്താലും ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും അതിന്റെ എഫക്ട് നമുക്ക് തോന്നാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ലവ് ആൻഡ് സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതിന്റെ കാരണം അത് മാത്രം ആ വീഡിയോസ് അത്ര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നത്. കാരണം ഓരോ രാശിയുടെ ഫലങ്ങളും വേണമെങ്കിൽ നമുക്ക് നിസ്സാര കുറച്ച് സമയം കൊണ്ട് വീഡിയോ പ്രിപ്പയർ ചെയ്ത് ഇടാവുന്നതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ ടൈം എടുത്ത് ഏകദേശം 1 വീക്ക് ടൈം എടുത്താണ് ഒരു മന്ത്ലി പ്രെഡിക്ഷൻ ആയാലും ഒരു ട്രാൻസിറ്റ് പ്രെഡിക്ഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണേ മൊത്തം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ പ്രെഡിക്ഷൻസ് എഴുതി ചെയ്യണം. ഒരു കാര്യം നിങ്ങൾക്ക് അറിയിക്കേണ്ട ഒരു കാര്യം വിട്ടു പോകലെന്ന് ഉറപ്പുവരുത്തി അത് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളോട് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊക്കെ പറയാൻ കാരണം നിങ്ങൾ തരുന്ന ലവ് ആൻഡ് സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അത് തുടർന്ന് മുമ്പോട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.